നമസ്കാരം. 2007 ഡിസംബർ 31 കർണാടകയിലെ കലാസിപ്പാളയത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വരുന്നു. ജ്വല്ലറിയിൽ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ വന്ന സ്ത്രീയെ സംശയമുണ്ടെന്നായിരുന്നു സന്ദേശം. ജ്വല്ലറി ഉടമയാണ് പോലീസിനെ വിളിച്ചത്. ഫോൺ സന്ദേശം കിട്ടിയ ഉടൻ തന്നെ പോലീസ് അങ്ങോട്ടേക്ക് കുതിച്ചു. 40 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു സ്ത്രീ. എന്നാൽ അവരുടെ കയ്യിലുള്ളത് പ്രായം കുറഞ്ഞ സ്ത്രീകൾ ഉപയോഗിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ. വിൽക്കാൻ കൊണ്ടുവന്നത് ആരുടെ സ്വർണമാണെന്ന് പലതവണ ചോദിച്ചെങ്കിലും സ്വന്തം ആഭരണങ്ങളാണെന്നാണ് അവർ പറഞ്ഞത്. അവർ ഒഴിഞ്ഞു മാറി. അവരുടെ മറുപടിയിൽ സംശയം തോന്നിയ പോലീസ് വിശദമായി ചോദ്യം ചെയ്യാനായി ആ സ്ത്രീയെ കസ്റ്റഡിയിലെടുക്കുന്നു. ചോദ്യം ചെയ്യലിനിടെ ഇവർ ഒരു മോഷണക്കേസിൽ നേരത്തെ പിടിയിലായിട്ടുണ്ടെന്ന വിവരം പോലീസിന് ലഭിച്ചു. പിന്നാലെ നടത്തിയ അന്വേഷണത്തിൽ ആഭരണത്തിന്റെ ഉടമ നാഗവേണിയാണെന്ന് പോലീസിന് മനസ്സിലായി. എന്നാൽ അവർ കൊല്ലപ്പെട്ടിരിക്കുന്നു. നാഗവേണിയെ അന്വേഷിച്ച് കർണാടക പോലീസ് നടത്തിയ അന്വേഷണം ചുരുളഴിച്ചത് രാജ്യത്തെ തന്നെ ഞെട്ടിച്ച ആദ്യ വനിതാ സീരിയൽ കില്ലർ KD കെജമ്മ ഞെട്ടിപ്പിക്കുന്ന കൊലപാതകങ്ങളായിരുന്നു. സൈനൈഡ് മല്ലിക എന്ന KD കെജമ്മയുടെ കഥ. മല്ലികയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത അതേ സമയത്താണ് ബംഗളൂരുവിലെ മൈക്കോ ലേഔട്ട് പോലീസ് സ്റ്റേഷനിൽ തന്റെ ഭാര്യയെ രേണുകയെ കാണാനില്ല എന്ന് പറഞ്ഞ് ശങ്കർ എന്ന യുവാവ് പരാതി നൽകുന്നത്. രേണുകയുടെ സഹോദരി മണിയും നേരത്തെ പരാതി നൽകിയെങ്കിലും പോലീസിന് ഒരു തുമ്പും കണ്ടെത്താനായിരുന്നില്ല. അപ്പോഴാണ് മല്ലികയെ അറസ്റ്റ് ചെയ്ത വിവരം മണി അറിയുന്നത്. തങ്ങളുടെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന മല്ലികയാകാം രേണുകയെ കൊലപ്പെടുത്തിയതെന്ന് അവർ പോലീസിന് മൊഴി നൽകുന്നു. തുടർന്നുള്ള അന്വേഷണത്തിലാണ് യോഗി നാരായണ ആശ്രമം ഗസ്റ്റ് ഹൌസിലെ ശുചിമുറിയിൽ നിന്ന് 2006 ഡിസംബറിൽ പോലീസ് കണ്ടെത്തിയത് രേണുകയുടെ മൃതദേഹമാണെന്ന് സ്ഥിരീകരിച്ചത്. കൊന്നത് നാഗവേണിയെ കൊന്ന അതേ മല്ലിക. 1970 ബംഗളൂരുവിലെ കഗ്ലിപുരത്താണ് കെജമ്മ ജനിച്ചത്. ഒരു സാധാരണ കുടുംബമായിരുന്നു അവരുടേത്. പക്ഷേ സമ്പന്നമായ ഒരു ജീവിതം നയിക്കണമെന്ന് എന്നും കെജമ്മ സ്വപ്നം കണ്ടു. ചെറുപ്പം മുതൽ അവർ അതിന് ശ്രമിക്കുകയും ചെയ്തു. ചെറിയ പ്രായത്തിൽ തന്നെ ഒരു തയ്യൽക്കാരനുമായി കെജമ്മയുടെ വിവാഹം നടന്നു. താമസിയാതെ അവർ 3 കുട്ടികളുടെ അമ്മയായി. എന്നാൽ തന്റെ ജീവിതത്തിൽ ഒട്ടും സംതൃപ്തിയായിരുന്നില്ല കെജമ്മ. വിവാഹത്തിനു ശേഷം കർണാടകയിൽ ഒരു വീട്ടിൽ അവർ ജോലിക്ക് നിന്നിരുന്നു. പെട്ടെന്ന് പണം ഉണ്ടാക്കണമെന്ന ചിന്ത മനസ്സിൽ വന്നപ്പോഴാണ് മോഷണം എന്ന കാര്യം കെജമ്മയുടെ മനസ്സിൽ തെളിഞ്ഞത്. അങ്ങനെ അവർ മോഷണം തുടങ്ങി. ജോലിക്ക് നിന്ന വീട്ടിൽ നിന്നാണ് ആദ്യം മോഷ്ടിച്ചത്. മോഷണം നടത്തി കിട്ടിയ പണം ഉപയോഗിച്ച് ഒരു ചിട്ടിക്കമ്പനി തുടങ്ങി. എന്നാൽ പ്രതീക്ഷിച്ച പോലെ ചിട്ടിക്കമ്പനിയിൽ നിന്ന് പണം സമ്പാദിക്കാൻ അവർക്കായില്ല. ഇതിനിടെ 2000 ഒരു വീട്ടിൽ നിന്ന് വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ പിടിയിലായി. 6 മാസം ശിക്ഷയും അനുഭവിച്ചു. പണമില്ലാതായതോടെ കൂടി കെജമ്മയുടെ കുടുംബം കടത്തിൽ മുങ്ങി. പിന്നാലെ ഭർത്താവ് അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കി. ചിട്ടിക്കമ്പനി പൊട്ടി. ഇനി എങ്ങനെ പണം കണ്ടെത്തും? ഇതായി അവരുടെ ചിന്ത. അതിനായി മാർഗങ്ങൾ അവർ തിരക്കിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് നീലാരംബരായ സ്ത്രീകളെ വഞ്ചിക്കുക എന്നത് ഒരു മാർഗമായി അവർ തിരഞ്ഞെടുക്കുന്നത്. മാനസിക വിഷമം അനുഭവിക്കുന്ന, മാനസികമായി മുന്നോക്കം നിൽക്കുന്ന ഭക്തരായ സ്ത്രീകൾ, ഇവരായിരുന്നു കെജമ്മയുടെ ലക്ഷ്യം. വീട്ടുജോലി ചെയ്യുന്ന കാലത്ത് പണം കണ്ടെത്താനായി ഒരു സ്വർണ്ണ പണിക്കാരന്റെ സഹായിയായും കെജമ്മ ജോലി ചെയ്തിരുന്നു. അവിടെ നിന്നാണ് അവർ സയനൈഡിനെ പറ്റി ആദ്യമായി മനസ്സിലാക്കുന്നത്. ചില സിനിമകൾ കണ്ട് സയനൈഡ് ജീവൻ ഇല്ലാതാക്കാൻ പറ്റിയ മരുന്നാണെന്ന് അവർ മനസ്സിലാക്കുന്നു. അങ്ങനെ ജ്വല്ലറിയിൽ നിന്ന് കെജമ്മ സയനൈഡ് എടുത്തു. കൊല നടത്താൻ അത് ഉപയോഗിക്കുകയും ചെയ്തു. കൂടാതെ കൊലപാതകം നടത്തേണ്ട സ്ഥലം ക്ഷേത്രമാണെന്നും അവർ ഉറപ്പിച്ചു. എല്ലാ ദിവസവും രാവിലെ കെജമ്മ ക്ഷേത്രത്തിലെത്തും. പറ്റിയ ഇരയെ നോക്കി പലയിടത്തും നടക്കും. ഏറെ സങ്കടമുള്ള, എന്നാൽ സാമ്പത്തികമായി ഉയർന്ന നിലയിലുള്ള ഒരാളെ കണ്ടാൽ തന്റെ ഓപ്പറേഷൻ നടപ്പിലാക്കും. സങ്കടപ്പെട്ടിരിക്കുന്നയാളുടെ ഇടയിലേക്ക് കെജമ്മ എത്തും. എന്നിട്ട് അവരുടെ സങ്കടം മുഴുവൻ കേൾക്കും. അവസാനം നിങ്ങളുടെ സങ്കടമെല്ലാം മാറാൻ ഒരു പൂജയുണ്ടെന്നും അത് ചെയ്തു കഴിഞ്ഞാൽ എല്ലാം ശരിയാകുമെന്നും പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തും. പൂജയ്ക്കെത്തുമ്പോൾ വിലയേറിയ വസ്ത്രങ്ങളും ആഭരണങ്ങളുമെല്ലാം ധരിക്കണമെന്നും എന്നാലേ പൂജയ്ക്ക് കാര്യമുണ്ടാകൂ എന്നും അവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കും. വിജനമായ ഇടത്തുള്ള അമ്പലങ്ങളിലേക്കാണ് ഇവരെ കെജമ്മ ക്ഷണിക്കുന്നത്. എല്ലാം സങ്കടവും മറക്കാൻ കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ പറയും. പിന്നാലെ വെള്ളത്തിൽ സയനൈഡ് കലർത്തി പുണ്യതീർത്ഥമാണെന്ന പേരിൽ അവരെ കൊണ്ട് കുടിപ്പിക്കും. ശേഷം അവരുടെ കയ്യിലുള്ള സ്വർണവും പണവും മോഷ്ടിച്ച് കടന്നു കളയും. ഓരോ കൊലപാതകം നടത്തുമ്പോഴും ഓരോ പേരുകളിലാണ് കെജമ്മ ഇരകളുടെ മുന്നിൽ എത്തിയത്. ശിവോകാമ, മല്ലിക, ജയാമ്മ, സാവിത്രിയമ്മ തുടങ്ങി പല പേരുകളിലും അവർ ഇരകൾക്കടുത്തെത്തി. 1998, 1999 കാലഘട്ടത്തിലാണ് കെജമ്മ ആദ്യ കൊലപാതകം നടത്തുന്നത്. ബംഗളൂരുവിൽ താമസമാക്കിയ 20-കാരിയായ മമത രാജനായിരുന്നു അവരുടെ ആദ്യ ഇര.
മമതയുടെ കൊലപാതക കേസിൽ അന്വേഷണം തന്നിലേക്ക് എത്താതിരുന്നത് കെജമ്മയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. പക്ഷേ അടുത്ത കൊലപാതകം നടത്താൻ അവർ 7 വർഷം കാത്തിരുന്നു. 2007 തന്റെ കാണാതായ ചെറുമകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനെത്തിയ ബാനസവാടിയിലെ എലിസബത്തിനെ കൊലപ്പെടുത്തി. പിന്നാലെ ഹെബ്ബള്ളി സ്വദേശിയായ 60-കാരി യശോദ, ചിക്കബൊമ്മ ശ്രദ്ധയിലെ മുനിയമ്മ, ഹെബ്ബള്ളിയിലെ പിള്ളയമ്മ എന്നിവരെയും കൊലപ്പെടുത്തി. 30-കാരിയായ നാഗവേണിയായിരുന്നു അവരുടെ അവസാനത്തെ ഇര. 2007 ഒക്ടോബർ 10-നും ഡിസംബർ 18-നും ഇടയിലാണ് അവർ 5 സ്ത്രീകളെ കൊലപ്പെടുത്തിയത്. കാണാതായ തന്റെ പേരക്കുട്ടിയെ കണ്ടെത്താൻ പ്രാർത്ഥിക്കാൻ എത്തിയതായിരുന്നു എലിസബത്ത്. കബളമ്മ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയാണ് എലിസബത്തിനെ കൊലപ്പെടുത്തിയത്. ആസ്മയിൽ നിന്ന് മോചനം ലഭിക്കാൻ സഹായിക്കാമെന്ന് പറഞ്ഞാണ് 60 വയസ്സുള്ള യശോദാമ്മയെ കൊലപ്പെടുത്തിയത്. ഭക്തിഗാനങ്ങൾ പാടാൻ ആഗ്രഹിച്ച മുനിയമ്മയെ പാട്ട് റെക്കോർഡ് ചെയ്യാൻ സഹായിക്കാമെന്ന് പറഞ്ഞാണ് എതിയൂരമ്മ ക്ഷേത്രത്തിന് സമീപത്തുള്ള ലോഡ്ജിൽ വെച്ച് കൊലപ്പെടുത്തിയത്. ഹെബ്ബാൾ ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്ന 60 വയസ്സുള്ള പിള്ളയമ്മയെ ക്ഷേത്രത്തിനായി ഒരു പുതിയ കമാനം നിർമ്മിക്കാൻ താൻ സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞാണ് കൊലപ്പെടുത്തിയത്. കുട്ടികൾ ഉണ്ടാകാനായി ദീർഘകാലമായി പ്രാർത്ഥിച്ച നാഗവേടിയെ ദോഷം മാറാൻ സഹായിക്കാമെന്ന് പറഞ്ഞാണ് കൊലപ്പെടുത്തിയത്. 2006 കൊല്ലാർ ജില്ലയിലെ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ വെച്ചാണ് 22 വയസ്സുള്ള രേണുകയെ അവർ കൊലപ്പെടുത്തിയത്. ആൺകുട്ടി ജനിക്കാൻ വേണ്ടി പ്രത്യേക പൂജ ചെയ്യാമെന്ന് പറഞ്ഞാണ് കെജമ്മ രേണുകയെ കൂട്ടിക്കൊണ്ടുപോയത്. 2006 ഡിസംബർ 7 മുതലാണ് രേണുകയെ കാണാതായത്. കൊലപാതകങ്ങൾ തെളിയിക്കപ്പെടുത്തതോടെ 2012 കെജമ്മയെ കുറ്റവാളിയായി പ്രഖ്യാപിക്കുകയും വധശിക്ഷ വിധിക്കുകയും ചെയ്തു. മുനിയമ്മ, നാഗവേണി എന്നിവരെ കൊലപ്പെടുത്തിയ കേസുകളിലാണ് അവർക്ക് വധശിക്ഷ വിധിച്ചത്. എന്നാൽ പിന്നീട് വിചാരണ കോടതികൾ വിധിച്ച 2 വധശിക്ഷകളിൽ ഒന്ന് കർണാടക ഹൈക്കോടതി ജീവപര്യന്തമായി കുറച്ചിരുന്നു.